ഹലോ ഫ്രണ്ട്സ്, അപമാനിച്ചവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുവാൻ 5 ചാണക്യതന്ത്രങ്ങൾ. ആരുടെ സംശയങ്ങളും വിമർശനങ്ങളും അപമാനങ്ങളും നിങ്ങളെ തടയാൻ പോകുന്നവയല്ല. അതിവേഗം അതിശക്തമായി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ചാണക്യൻ്റെ തന്ത്രപരമായ ജ്ഞാനവും ആധുനിക ജീവിതത്തിൻ്റെ തീക്ഷണമായ പ്രചോദനവും സമന്വയിപ്പിച്ച ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചിറകുവിടർത്താൻ തയ്യാറാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഒന്നാമത്, ആന്തരിക ശക്തിയുടെ ഉണർവ്. നിന്റെ ആന്തരിക ശക്തിയെ ഉണർത്തുക. നിന്റെ ഉള്ളിലെ തീ ആളിക്കത്തിക്കുക. ലോകം നിന്റെ വെളിച്ചം കാണുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ആരോ നിന്നോട് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ നിന്റെ ശക്തിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതുക. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യോദ്ധാവിനെ നീ വിളിച്ചുണർത്തുക. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് എടുക്കുക. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്നാൽ എന്തും സാധ്യമാണെന്ന് പറയുക. ഈ വാക്കുകൾ നിന്റെ മനസ്സിനെ തീപ്പന്തമാക്കും. വിശ്വാസമാണ് യഥാർത്ഥ ശക്തി. നിന്റെ ശബ്ദം ശക്തമാകുമ്പോൾ നിന്റെ ആത്മവിശ്വാസം ഉയരും. നിന്റെ ശക്തി പ്രവർത്തികളിലാണ് തെളിയേണ്ടത്. ഇന്നൊരു ചെറിയ ലക്ഷ്യം തിരഞ്ഞെടുക്കുക. ഒരു പുസ്തകം വായിക്കുക, ഒരു പുതിയ കഴിവ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ധൈര്യമുള്ള തീരുമാനമെടുക്കുക. ഓരോ ചുവടും നിന്നെ വിജയത്തിലേക്ക് അടുപ്പിക്കുമെന്ന് ഓർക്കുക. നിന്റെ ആഗ്രഹശക്തി ഒരു കാട്ടുതീ പോലെ പടരും. നിന്റെ ഉണർവ് ലോകത്തിനൊരു സന്ദേശമാകട്ടെ. ആരുടെ വാക്കുകളും നിന്നെ തളർത്തുകയില്ല. ചാണക്യൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ആത്മനിയന്ത്രണമുള്ളവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഇന്നു മുതൽ നിന്റെ ശക്തി നിന്റെ കൈകളിലാണ്. അതിനെ പുറത്തേക്കെടുത്ത് ലോകത്തെ കീഴടക്കുക. 2. വിമർശനങ്ങളെ തകർക്കുക. വിമർശനങ്ങൾ നിന്റെ വഴിയിൽ ചിറകുവെട്ടിയ പക്ഷികളല്ല, മറിച്ച് നിന്റെ ഇന്ധനമാണ്. നിന്റെ വിമർശകരുടെ വാക്കുകൾ നിന്റെ വിജയത്തിൻ്റെ തീപ്പൊരികളാകട്ടെ. നീയൊരു വട്ടം പൂജ്യമെന്ന് പറയുന്നവൻ നിന്റെ ശക്തിയെ അറിയുന്നില്ല. അവരുടെ വാക്കുകൾ കൊണ്ട് നിന്റെ പാത വിരിക്കുക. ഒരു വിമർശനം കേൾക്കുമ്പോൾ കടലാസിൽ ഇങ്ങനെ എഴുതുക: ഇതെൻ്റെ വിമർശനത്തിൻ്റെ ഇന്ധനമാണ്. പിന്നെ ആ വിമർശനത്തിനെതിരെ വിപരീതമായൊരു കാര്യവും എഴുതി ചേർക്കുക. നിനക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്ന് കേട്ടാൽ ഇന്ന് തന്നെ ഒരു ബിസിനസ് പ്ലാൻ എഴുതി തുടങ്ങുക. നിന്റെ ശത്രുവിൻ്റെ ആയുധം നിന്റെ കൈകളിലാകുമ്പോൾ നീ അജയനാണെന്ന് ചാണക്യൻ പറയുന്നു. നിന്റെ വിജയം നിന്റെ വിമർശകരെ നിശബ്ദരാക്കും. അവർ പറഞ്ഞ നിനക്കു പറ്റില്ല എന്ന വാക്കുകൾ അവരുടെ മുഖത്ത് തിരിച്ചടിക്കും. വിമർശനങ്ങൾ നിന്റെ പാതയെ ഒരിക്കലും തടയുകയില്ല. അവ നിന്റെ വേഗത വർദ്ധിപ്പിക്കും. നിന്റെ പ്രവൃത്തികൾ ലോകത്തിനൊരു സന്ദേശമാകും. ഇന്നൊരു വിമർശനത്തെ തിരഞ്ഞെടുക്കൂ, അതിനെ തകർക്കുക. ചാണക്യൻ്റെ തന്ത്രം ഇവിടെ പ്രസക്തമാണ്. ശത്രുവിനെ നീ അവൻ്റെ മണ്ണിൽ തോൽപ്പിക്കുക. നിന്റെ വിജയം വിമർശകരുടെ വാക്കുകളെ ചാരമാക്കും. വിമർശനങ്ങളെ ചവിട്ടി മെതിച്ച് മുന്നേറുക. 3. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ ലക്ഷ്യം ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ്. അതിൽ പ്രകാശം മാത്രം കാണുക. നിന്റെ ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ നിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കണ്ടെത്തി അത് മനസ്സിൽ കൊത്തിവയ്ക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്റെ ശ്രദ്ധ തിരിക്കരുത്. ഒരു വലിയ കടലാസിൽ നിന്റെ ലക്ഷ്യങ്ങൾ എഴുതി നിന്റെ മുറിയിൽ പതിപ്പിക്കുക. എല്ലാ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് ഒരു ചെറിയ ചുവട് വയ്ക്കുക. നിന്റെ ഫോക്കസ് ഒരു ലേസർ പോലെ മൂർച്ചയുള്ളതാകണം. ലക്ഷ്യത്തിനു മുന്നിൽ മറ്റൊന്നും പ്രധാനമല്ല. അനാവശ്യ സംസാരങ്ങൾ, ചിന്തകൾ ഇവയെല്ലാം മാറ്റിവെക്കുക. ശ്രദ്ധയുള്ളവൻ്റെ പാത വിജയത്തിലേക്കാണ്. നിന്റെ ശ്രദ്ധ ഒരു കത്തിയുടെ മൂർച്ച പോലെയായിരിക്കണം. ഇന്ന് ഒരു 30 മിനിറ്റ് നിന്റെ ലക്ഷ്യത്തിനായി മാത്രം ഉപയോഗിക്കുക. ചാണക്യൻ്റെ തന്ത്രങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ലക്ഷ്യം വ്യക്തമായവനെ ആർക്കും തടയാനാവില്ല. നിന്റെ ശ്രദ്ധ നിന്റെ വിജയത്തിൻ്റെ താക്കോലാണ്. അതിനെ മിനുക്കി ലോകത്തെ കീഴടക്കുക. 4. സമയത്തിൻ്റെ മൂല്യം. നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. അതിനെ ഒരിക്കലും പാഴാക്കരുത്. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ആരെയും ഗൗനിക്കാതെ ഓരോ നിമിഷത്തെയും നിന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുക. നിന്റെ സമയം നിന്റെ ലക്ഷ്യത്തിൻ്റെ ഇന്ധനമാണ്. ഒരു ദിവസത്തെ നിന്റെ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. നിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട 3 പ്രധാന ജോലികൾ തിരഞ്ഞെടുക്കുക. സമയത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവൻ ലോകത്തെ ജയിക്കും. നിന്റെ സമയത്തെ ഒരു യോദ്ധാവിനെ പോലെ കൈകാര്യം ചെയ്യുക.
നിന്റെ ലക്ഷ്യത്തിനായി ഓരോ നിമിഷത്തെയും വിനിയോഗിക്കുക. അനാവശ്യ കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. നിന്റെ സമയം നിന്റെ ജീവിതമാണ്. നിന്റെ ഷെഡ്യൂൾ നിന്റെ ലക്ഷ്യത്തിൻ്റെ ഭൂപടമാണ്. അതിനെ പിന്തുടരുക. ഇന്ന് 1 മണിക്കൂർ നിന്റെ ലക്ഷ്യത്തിനു വേണ്ടി മാറ്റിവെക്കുക. ചാണക്യന്റെ ഉപദേശങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സമയത്തെ നിയന്ത്രിക്കുന്നവൻ വിജയത്തെ നിയന്ത്രിക്കുന്നു. നിന്റെ സമയം നിന്റെ കൈകളിലാണ്. അതിനെ ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കുക. 5. നിന്റെ വഴി, നിന്റെ നിയമങ്ങൾ. നിന്റെ ജീവിതം നിന്റേതാണ്. അതിൻ്റെ നിയമങ്ങൾ നീ തീരുമാനിക്കണം. നിന്റെ പാത നീ തിരഞ്ഞെടുക്കുമ്പോൾ ലോകം നിന്നെ പിന്തുടരും. നിനക്കത് പറ്റില്ല എന്ന് പറയുന്നവരെ നീ മറന്നേക്കുക. നിന്റെ നിയമപ്രകാരം നീ ജീവിക്കുക. 3 പ്രധാന നിയമങ്ങൾ എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ലക്ഷ്യത്തിനായി ജീവിക്കും. ഈ നിയമങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണ്. നിന്റെ നിയമങ്ങൾ നിന്റെ ശക്തിയാണെന്ന് ഓർക്കുക. നിന്റെ വഴി നിന്റേതു മാത്രമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്റെ തീരുമാനത്തെ ഒരിക്കലും സ്വാധീനിക്കരുത്. ചാണക്യന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഒരു രാജാവ് ഇവിടെ ഉപദേശം കേൾക്കുന്നു, എന്നാൽ തീരുമാനം അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. നിന്റെ ജീവിതത്തിൻ്റെ രാജാവ് നീയായിരിക്കണം. നിന്റെ നിയമങ്ങൾ പാലിക്കുക. ഇന്നൊരു തീരുമാനമെടുക്കുക. നിന്റെ നിയമപ്രകാരം നിന്റെ വഴി നിന്റെ വിജയത്തിൻ്റെ തുടക്കമാണ്. നിയമങ്ങൾ നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ്. അതേ പിന്തുടർന്ന് ലോകത്തെ കീഴടക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.